നമസ്കാരം. എൻ്റെ വീട് എന്ന പരിപാടിയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ്. അതിൽ പ്രധാന കാര്യമാണ് ഞാൻ പറഞ്ഞത്, വീട് വിതുക്കിൽ വയ്ക്കാൻ പാടില്ല. രണ്ടാമത്തത്, കിണറിനും സെപ്റ്റിക് ടാങ്കിനും സ്ഥലം നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്ലാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം വരുന്നില്ല, കിണറിന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി അടുത്തത്, എപ്പോഴും ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ പല രീതിയിലും കണ്ടുപിടിക്കേണ്ട മാർഗങ്ങളുണ്ട്. എന്നിരുന്നാലും ആ പ്ലോട്ട് നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന വീടിൻ്റെ നേരെതിരെ ചില സ്ഥാപനങ്ങൾ വരരുത്. ഒന്ന്, ഒരു ഓപ്പൺ ലാൻഡ്, അതായത് ഭാവിയിൽ വീടേ വരത്തില്ല എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റായിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ അത് നേരെ ഫേസ് ചെയ്ത് അങ്ങനെ ഒരു വീട് വയ്ക്കരുത്. രണ്ടാമത്തത്, വെൽഡിംഗ് ഷോപ്പുകൾ. മൂന്നാമത്തത്, മത്സ്യ മാംസങ്ങൾ വിൽക്കുന്ന കട. പിന്നെ വരുന്നത് ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ സലൂൺസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞിരുന്നാൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇമാതിരിയുള്ള സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ നമ്മുടെ വീട് വയ്ക്കുന്ന പ്ലോട്ടിന് നേരെ കഴിയുന്നതും വരരുത്. അതുകൊണ്ട് പലരും പ്ലോട്ട് വാങ്ങിച്ചതിന് ശേഷം വന്നാണ് കാണുന്നത്, സാർ ആ പ്ലോട്ട് കൊള്ളാമോ നോക്കണം, വീട് വയ്ക്കാനാണ്. വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞെന്ന് പറയും. വാങ്ങിച്ചു കഴിഞ്ഞ പ്ലോട്ടിന് പിന്നെ അവിടെ നമുക്ക് റെക്ടിഫിക്കേഷൻ വലിയ പ്രയാസമാണ്. കാരണം ഫ്രണ്ടിലിരിക്കുന്ന കടയെ മാറ്റാൻ പറയും, അല്ലെങ്കിൽ പള്ളിയെ മാറ്റാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും വസ്തു വാങ്ങിക്കുന്നതിന് നല്ലപോലെ ആലോചിച്ച് നാലുപേരുമായി, അത് ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ചില ഉപദേശങ്ങളൊക്കെ തന്നെ. ഇത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാസ്തുവിദഗ്ധനാകാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വയ്ക്കാൻ പോകുന്ന വീടിന് നേരെ മുൻവശം ആണ് വരുന്നെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കണം. കഴിയുന്നതല്ല, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ആ എനർജി ലെവൽ നമുക്ക് നമ്മുടെ വീടുമായിട്ട് യോജിച്ച് പോവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ റോഡ് ലെവലിൽ നിന്നും താഴ്ന്നൊരിക്കലും പ്ലോട്ട് വരരുത്. നമ്മളെപ്പോഴും റോഡ് ലെവലിൽ നിന്നും ഒരു 3 അടി ഹൈറ്റിൽ നമ്മുടെ ഫൗണ്ടേഷൻ കെട്ടി അതിൻ്റെ മുകളിലാണ് വീട് വരുന്നത്. അപ്പോൾ റോഡ് ലെവലിൽ നിന്ന് ഒരു 3 അടി മുകളിലായിരിക്കണം ആ വീടിൻ്റെ ഫൗണ്ടേഷൻ വരേണ്ടതും തുടങ്ങേണ്ടതും. എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ താഴോട്ട് ഇറങ്ങി വയ്ക്കരുത്, മുകളിലോട്ട് കയറുന്ന രീതിയിലായിരിക്കണം ആ വീട് വയ്ക്കേണ്ടത്. ഇനി അഥവാ ഒരു കുറച്ച് താഴ്ന്ന സ്ഥലമാണ് കിട്ടിയെങ്കിൽ നിർബന്ധമായിട്ടും ആ ഭൂമി മണ്ണുകൊണ്ട് നിറച്ച് ഫില്ല് ചെയ്യണം. കുറച്ച് കാശാകുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഫില്ല് ചെയ്ത് നമ്മുടെ റോഡിൽ നിന്നും മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ആ കെട്ടിടം വയ്ക്കേണ്ടത്. ഇനി അടുത്തത്, വലിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, അതായത് 10-15 സെൻറ്റ് സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ നിയമം തന്നെയാണ്. റോഡിൽ നിന്ന് എത്രയായിരുന്നാലും മിനിമം 3 അടി ലെവലിൽ പൊങ്ങിയിരിക്കണം. അതിൽ നിന്നുമാണ് നമ്മൾ ഫൗണ്ടേഷൻ തുടങ്ങേണ്ടത്, അല്ലാതെ താഴ്ന്നു പോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വീട് വിതുക്കിൽ വയ്ക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടൊക്കെ നോക്കി വീട് വയ്ക്കാം, അതൊരു ചോദ്യമാണ്. വീട് 4 വശത്ത് നോക്കി വയ്ക്കാം. പക്ഷേ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആദ്യത്തെ ദിശ എന്ന് പറയുന്നത് കിഴക്കാണ്. രണ്ടാമത്തത്, വടക്കോട്ട് നോക്കി വീട് വയ്ക്കാം. മൂന്നാമത്, പടിഞ്ഞാറ് നോക്കി വയ്ക്കാം. നാലാമത്, തെക്കോട്ട് നോക്കി വയ്ക്കാം. പക്ഷെ തെക്കോട്ട് നോക്കി വയ്ക്കുമ്പോൾ ചില കണ്ടീഷൻസൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. കാരണം തെക്കോട്ട് നോക്കി നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തൊക്കെ തെക്കോട്ട് നോക്കി ധാരാളം വീടുകളിരിപ്പുണ്ട്. ആ വീടുകളിൽ താമസിക്കുന്നവരുടെ മനഃശാന്തി എങ്ങനെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, പൈസയുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒരു റിസർച്ച് നടത്തി നോക്കണം. വളരെ മോശമായിരിക്കും. വളരെ പ്രയാസപ്പെട്ട് ഈ തെക്കോട്ട് നോക്കിയിരിക്കുന്ന വീട്ടിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അത് കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ തെക്കോട്ട് നോക്കി വീട് വയ്ക്കാൻ പാടില്ല നമുക്ക് അങ്ങനെ കട്ടൻ പാക്കി പറയാൻ പറ്റത്തില്ല. ഒരു കോൾ നമുക്ക് എടുക്കാം. ഹലോ, പറയൂ. എൻ്റെ വീടെന്ന പദ്ധതിയിലേക്ക് നമസ്കാരം, സ്വാഗതം. ഒരു രസകരമായ ചോദ്യത്തിലാണ് സാർ ഇപ്പോൾ ഇതിന്റെ പ്രോഗ്രാം എന്തെങ്കിലും വാക്ക് പറയാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയും.
സാർ ഇപ്പൊ ഇരുന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് ആ എന്തെങ്കിലും വാസ്തു പ്രശ്നമുണ്ടോ, എല്ലാം കൃത്യമാണോ എന്നറിയാനാണ് വിളിച്ചത്. ഈ ബിൽഡിംഗ് യഥാർത്ഥത്തിൽ നോക്കിയിരിക്കുന്നത് പടിഞ്ഞാറ് നോക്കിയാണ് ഇരിക്കുന്നത്. പടിഞ്ഞാറ് നോക്കിയാണ് ഇരിക്കുന്നത് അല്ലേ? അതെ, പടിഞ്ഞാറ് നോക്കിയിരിക്കുന്നു. ഇനി അതിന്റെ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്നു. ഇതിനകത്ത് ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്നത്, ഇവിടെ ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സംസാരിക്കുന്നത് തെക്കോട്ട് നോക്കിയാണ്. അപ്പൊ അതൊരു നല്ലൊരു ലക്ഷണമല്ല. അപ്പൊ അതൊന്ന് മാറ്റണം. ഒന്നുകിൽ കിഴക്കോട്ട്, അല്ലെങ്കിൽ വടക്കോട്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും നല്ലത്. അതെ, സ്ഥലപരിമിതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ ജീവനക്കാർക്കോ ഞങ്ങൾക്കൊക്കെ നല്ലതല്ലേ വരുള്ളൂ. നല്ല രീതിയിൽ റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യാമെങ്കിൽ, സ്ഥാനങ്ങളൊക്കെ ഇരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതേ വരുള്ളൂ, പ്രോഗ്രസ്സേ വരത്തുള്ളൂ. ശരി സാർ, ഞങ്ങളൊരു സംശയമൊക്കെയാണ് വിളിച്ചത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാലോ. ശരി ശരി ശരി, സന്തോഷം. അപ്പോ ഞാൻ പറഞ്ഞു 3 സെന്റ് 4 സെന്റിൽ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരാളെ കൊണ്ട് കാണിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ അങ്ങോട്ടിനി പറയാൻ പോകുന്ന എപ്പിസോഡുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ പറ്റും. ഇനി ആ വീടിൻ്റെ 4 വശവും ഒന്ന് പരിശോധിക്കണം. അതിൽ ഈ തെക്ക് വശം വല്ല കുളമോ നദിയോ വല്ല ഒഴുകുന്നുണ്ടെങ്കിൽ, തെക്ക് ഭാഗത്ത് നദിയോ അല്ലെങ്കിൽ കുളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് അത്ര അനുയോജ്യമല്ല എന്നുള്ളതാണ്. വടക്ക് പോകാൻ കുഴപ്പമില്ല. പടിഞ്ഞാറും അതേപോലെ ഒഴുകുന്ന വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കഴിയുന്നത് ഒഴിവാക്കുക. പക്ഷെ ഇതെന്ന് ഒഴുകുന്ന വെള്ളം നമ്മുടെ പ്ലോട്ടിൻ്റെ, അതായത് മതിൽക്കെട്ടിൻ്റെ ജസ്റ്റ് ബാക്കിൽ ഒഴുകിപ്പോകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് കഴിയുന്നത് ആ പ്ലോട്ട് അത്ര നല്ലതായിരിക്കില്ല. കിഴക്ക് ഭാഗത്താണ് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമേ അല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കൂ, ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിൽ ഓർത്തിരുന്നാൽ മതി, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഭൂമിയിലുള്ള മണ്ണാണ്. നല്ല മണ്ണാണോ നോക്കണം. നല്ല മണ്ണ് എങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. സാധാരണഗതിയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചില ചെടികളൊക്കെ വയ്ക്കുമ്പോൾ അറിയാമല്ലോ, നല്ല മണ്ണാണ്, അതിനകത്ത് ചെടികൾ വെച്ചിട്ട് നല്ലപോലെ വളർന്ന് പൂവൊക്കെ ഉണ്ടാകും, നല്ല മണ്ണ്, നമ്മൾ ഒരു സാധാരണ മനുഷ്യന് പറയാവുന്ന ഒരു മനസ്സുണ്ട്. അപ്പം അങ്ങനെയുള്ള മണ്ണാണ് നോക്കിക്കൊള്ളാം. ചില മണ്ണുകൾ ഈ പുറ്റുപോലെയുള്ള മണ്ണുകൾ കാണും. അതൊക്കെ അതിന് നമ്മൾ പറയുന്നത് ഈ ദാഹമുള്ള ഭൂമി എന്നാണ് പറയുന്നത്. നമ്മളെ ഒരിക്കലും അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല, അതാണ് വേറൊരു കാര്യം. അപ്പം അങ്ങനെ ദാഹിക്കുന്ന ഭൂമി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഫലഭൂയിഷ്ടമായ മണ്ണ് ഏതൊരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാകും. ഒരു ചെടി അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കാട് കയറി പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മണ്ണായതുകൊണ്ടാണല്ലോ കാടൊക്കെ കയറി പിടിക്കുന്നത്. അതുപോലെ സ്വമേധയാ തന്നെ ചില വൃക്ഷങ്ങൾ വളർന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ പൂക്കളുള്ള ചെടികൾ വളർന്നു വരാറുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ കൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ ക്വാളിറ്റി കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നോക്കാമെങ്കിൽ ആ ഒരു പ്ലോട്ട് എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടിനേക്കാൾ ഒരിക്കലും നമ്മുടെ വീട് താഴ്ന്നു പോകരുത്. നമ്മുടെ വീട്ടിന് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന വീടിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നു വേണം ഇരിക്കാൻ. 2 നില കെട്ടിടം വേണമെന്നൊന്നും പറയുന്നില്ല. 1 നിലയായിരുന്നാലും അടുത്തിരിക്കുന്ന ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ഇരിക്കുന്ന വീടിൻ്റെ ഏകദേശം ഈക്വൽ ഹൈറ്റിലായിരിക്കണം വീട് വരേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നിരിക്കാം, ഒരിക്കലും താഴ്ന്നു പോകരുത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പലരും വീട് വയ്ക്കുന്നത് 2 നില 3 നിലയൊക്കെ വീടാണ് വയ്ക്കുന്നത്, ആഡംബരത്തിന് വേണ്ടിയാണ്. ഒരിക്കലും 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഒരു വീട് നിങ്ങൾ ആഗ്രഹിക്കരുത്, വയ്ക്കരുത്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ കാലം താമസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ പല വീടുകളും പോയി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇനി ഇപ്പോൾ എൻ്റെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അവരുടെയൊക്കെ വീടുകളൊക്കെ നോക്കണം. അവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അവിടെ ആരൊക്കെ താമസിക്കുന്നു, എങ്ങനെ താമസിക്കുന്നു, അവരുടെ ജീവിതം എങ്ങനെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോഴേ ഈ വാസ്തുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിനപ്പുറത്തുള്ള വീടുകളൊന്നും കഴിയുന്നതും വയ്ക്കാതിരിക്കുക. ഇപ്പോഴത്തെ പല ട്രെൻഡ് 30-40 വയസ്സാകുന്ന സമയത്ത് തന്നെ പലരുടെയും മുട്ടുവേദന തുടങ്ങും. മുട്ടുവേദന തുടങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിനകത്ത് പടിയൊന്നും കയറി മുകളിലത്തെ മുറിയിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ പലരും ഞാൻ ഡ്രോയിങ്സൊക്കെ കണ്ടിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2-3 ബെഡ്റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുകളിലേക്ക് ഇപ്പോൾ വയ്ക്കാറില്ല. കാരണം എത്രയെന്നും പറഞ്ഞാൽ എത്ര പ്രാവശ്യം മുകളിൽ കയറി താഴെ വരും. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഇപ്പോൾ 40 വയസ്സ് ഞാൻ പറയും, 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ടുവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലുള്ള സാധനങ്ങളെല്ലാം ഒരു മാസത്തിനകത്ത് എല്ലാം താഴെ തന്നെ വരും. പിന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ബെഡ്റൂം ആകും, ഡ്രോയിങ് ആകും, എല്ലാം ആകും. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട് ഭംഗിയായിരിക്കണമെങ്കിൽ ഈ ഒരു താഴെ തന്നെ എല്ലാ ബെഡ്റൂം കൊണ്ടുവരുന്നത് നല്ലതാണ്. അത് നമ്മുടെ സ്ഥലത്തിൻ്റെ സൗകര്യം കൂടി അനുസരിച്ചായിരിക്കും. പിന്നെ ഈ നമ്മുടെ ബെഡ്റൂമിന് പ്രധാനമായിട്ട് വേണ്ടത് വാസ്തുവിൽ കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വായു, അതാണ് പ്രധാനം. അതുപോലെ വെളിച്ചം, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ പല സിറ്റിയിൽ താമസിക്കുന്ന പല വീട്ടുകാർക്കും കിട്ടത്തില്ല. കിട്ടാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും പല വീടുകളിലും ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. പണ്ട് മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് വീടിന് എങ്ങനെയാണ് സെറ്റ് ബാക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒരു വീടിൻ്റെ 4 വശവും 3 മീറ്റർ സ്ഥലമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ 10 അടി. ഇപ്പോൾ പുറകിൽ 10 അടി, വലതുവശത്ത് ഇടതുവശത്ത് മുന്നിൽ 10 അടി സ്ഥലം വിട്ടിരിക്കണം. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരനും ഇതേപോലെ 10 അടി ആയിരിക്കും വിടുക. അപ്പോൾ 10 10 20 അടി. അപ്പോൾ എയർ സർക്കുലേഷൻ വളരെ ഭംഗിയായിരിക്കും. എയർ സർക്കുലേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എല്ലാവരും 3 സെൻറ്റ്, നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ ഒരു ചുവരാണ് അടുത്തവൻ്റെ കാമ്പൗണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മുകളിൽ 50 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മുടെ 25 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് വീട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആരോഗ്യം എങ്ങനെ വരും, എങ്ങനെ വെളിച്ചം വരും, എങ്ങനെ എയർ സർക്കുലേഷൻ ഉണ്ടാകും? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക.